ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെ വ്യാപാര അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പ് വെർഷനിൽ രണ്ട് രീതിയിൽ നമുക്ക് ബാർകോഡ് പ്രിൻ്റ് ചെയ്യാം. ഒന്നാമത്തെ പ്രിൻ്റ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ലേബൽ പ്രിൻ്ററാണ്. ലേബൽ പ്രിൻ്ററിൽ ബാർകോഡ് മാത്രം പ്രിൻ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രിൻ്ററാണ് റെഗുലർ പ്രിൻ്റർ. ആ ഒരു റെഗുലർ പ്രിൻ്ററാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു റെഗുലർ പ്രിൻ്ററാണ് നിങ്ങളെ ഷോപ്പിൽ ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിൽ A4 സെയിൽസ് ഇൻവോയ്സ് പ്രിൻ്റ് ചെയ്യുക, A5 സെയിൽസ് ഇൻവോയ്സ് പ്രിൻ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലെ ലേബലും പ്രിൻ്റ് ചെയ്യുക. A4 സൈസിലുള്ള ഷീറ്റാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ആ ഒരു ഷീറ്റിൽ ഞാൻ 38-25 ലേബലാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻ്ററിൽ നിന്നാണ് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റെഗുലർ പ്രിൻ്റർ പർച്ചേസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ലേബൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെഗുലർ പ്രിൻ്റർ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അങ്ങനെ പർച്ചേസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രിൻ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലേബലും പ്രിൻ്റ് ചെയ്യുക, A4 സൈസിൽ സെയിൽസ് ഇൻവോയ്സ് പ്രിൻ്റ് ചെയ്യുക, A5 സൈസിൽ സെയിൽസ് ഇൻവോയ്സ് പ്രിൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, ഈ A4 സൈസിലുള്ള ഷീറ്റ്, ഇത് എവിടെ കിട്ടുക എന്നുള്ള ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വളരെയധികം ശ്രദ്ധിക്കുക. വ്യാപാര അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പ് വെർഷൻ ആണെന്നുണ്ടെങ്കിലും മൊബൈൽ വെർഷൻ ആണെന്നുണ്ടെങ്കിലും മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി ഞങ്ങൾ എല്ലാ ദിവസവും ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 മാസം വരെ എക്സ്ട്രാ വാലിഡിറ്റി. ഞങ്ങൾ മലയാളം ലോക്കൽ ടെക്നിക്കൽ സപ്പോർട്ടും ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും അവൈലബിൾ ആണ്. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.